എനിക്കറിയില്ല അച്ഛാ. ആവശ്യമില്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാ ഇവിടെ ഇങ്ങനൊരു സംസാരം. എന്താ ജയ, ഇവിടെ എന്താ വിഷയം? ഞാൻ പറയാൻ ദേവ, ഭാവനെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവിടേക്ക് ഭാവനെ കൊണ്ടുപോകുന്നു ജയക്ക് വാശി. വീണ്ടും ഭാവനയ്ക്ക് ഒരു ആപത്ത് വരണ്ടെന്ന് കരുതിയാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഇതൊരു നല്ല ചാൻസാ. നീ ധൈര്യമായിട്ട് നിന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റാം. ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കണോ? വേണോ അങ്ങളെ? ഒരു സംഭവം നടക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ഭാവന എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഭാവനയാ. അതിന് വെറുതെ ആരും വഴക്കിടണ്ട. മതി, ഭാവന തീരുമാനിച്ച മതി. ഭാവന പറയട്ടെ. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഭാവനയല്ല, ഭാവനയുടെ അമ്മയായ ഞാനാണ്. എന്താ, എനിക്കതിനുള്ള അവകാശമില്ലേ? അമ്മേ, മതി, നീ മിണ്ടണ്ട. നീ പറയുന്നത് കേട്ടാ ഇത്രയും കാലം ഞാൻ നിന്നത്. ഇനി ഞാൻ എന്താണോ പറയുന്നത് അത് നീ കേട്ടാ മതി. ജയേ, ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും ഭാവനയെ തൽക്കാലം ഞാൻ അങ്ങോട്ടേക്ക് വിടുന്നില്ല. എനിക്കറിയാം, ചിലപ്പോ ആരെയും വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അവൾ അങ്ങോട്ട് തന്നെ വരുമെന്ന്. അതുകൊണ്ട് തന്നെയാ എന്റെ മോളുടെയോ മരുമോന്റെയോ അനുവാദം പോലും ചോദിക്കാതെ ഞാൻ തന്നെ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ജയേ, ദാ ഈ നിൽക്കുന്ന രണ്ടുപേരും നിനക്കൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ബോധ്യമായി. അതുകൊണ്ട് ഇപ്പൊ ഭാവനയെ തൽക്കാലം ആ വീട്ടിലേക്ക് അയക്കുന്നില്ല. ഇവരിങ്ങനെ കഴുകിനെ പോലെ എന്റെ മോളുടെ പുറകെ നിൽക്കുമ്പോ ഇനിയൊരു റിസ്ക് എടുക്കാൻ എനിക്ക് എന്തായാലും വയ്യ.